Hi guys, let's make some chicken biryani. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി നമ്മുടെ ചിക്കനകത്തോട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനിടയ്ക്ക് ഞാനൊരു ഫ്രൂട്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കുരുമുളക് ഒന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പിന്നെ പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമ്മുടെ കാഷ്യൂസ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. എന്നിട്ട് അതേ സെയിം നെയ്യിലോട്ട് നമുക്ക് 4 സവാള ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് കോരി മാറ്റാം. പിന്നെ വേറൊരു പാത്രത്തിൽ നെയ്യ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ അര സവാള അരിഞ്ഞതും നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അതിലോട്ട് നമ്മുടെ കഴുകി വെച്ച അരി നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കാം. ഇനി നമുക്ക് ദം ചെയ്യാനുള്ള പാത്രം എടുത്തിട്ട് നമ്മുടെ ചിക്കൻ സെറ്റാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നമുക്കൊരു 4 തക്കാളി നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും ആഡ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് നമുക്ക് പച്ചമണം മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഒക്കെ ആവശ്യത്തിന് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നാരങ്ങാ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ മെയിൻ പാർട്ട്. നമുക്ക് കുറച്ച് കാഷ്യൂസ് അരച്ചെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ കറി കുറച്ച് തിക്ക് ആൻഡ് റിച്ച് ആവും. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ കാഷ്യൂസിൻ്റെ പേസ്റ്റ് എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോഴത്തേനും അതിനൊരു തിക്ക് ടെക്സ്ചറാണ് വന്നേക്കുന്നത്. ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വറുത്ത് കോരി വെച്ചേക്കുന്ന സവാളയിൽ നിന്ന് നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഗ്രേവി നമ്മുടെ റൈസിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസിന് വേറൊരു എക്സ്ട്രീം ലെവൽ ഒരു ഫ്ലേവർ കിട്ടും. അങ്ങനെ നമ്മുടെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനും കാഷ്യൂസും നമ്മുടെ മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളൊരു 3 ലെയറോളം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ലെയറിൽ നമ്മൾ കുറച്ചധികം നെയ്യും നമ്മുടെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ മൂടി വെക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്കിതൊരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി എല്ലാം റെഡിയായി. നമുക്ക് ദം പൊട്ടിക്കാം. ഐ കാൺട്ട് ബിലീവ് ദിസ്. ഇത് ഞാനാ ഉണ്ടാക്കിയത്. എനിക്ക് നമ്പാൻ പറ്റുന്നില്ല. നമ്പാൻ മുടിയല്ലേ. എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നുക. ടേസ്റ്റ്. അങ്ങനെ ദമ്മെല്ലാം പൊട്ടിച്ച് ഇതിൻ്റെ മണമുണ്ടല്ലോ, യൊപ്പ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഫ്ലേവറുള്ള മണമാണ് ഗൈസ്. അപ്പം നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. സൂപ്പർ സൂപ്പർ.